Hello friends, welcome back to my channel. ഞാൻ ഇന്നൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമുക്കത് ചെയ്തെടുക്കാം. സോ ഞാനിനി അധികം വൈകുന്നില്ല, വീഡിയോയിലോട്ടേക്ക് പോകാം. നമ്മുടെ ഫിഷ് ബിരിയാണി ചെയ്തെടുക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ മീനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആ മീനൊന്ന് ഫ്രൈ ചെയ്ത് വരുന്ന ടൈമിൽ ഞാൻ കുറച്ച് ബിരിയാണി റൈസ് എടുത്ത് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റോളം ഇത് വെള്ളത്തിലിട്ടിരിക്കണം. നമ്മുടെ മീനൊക്കെ ദേ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് കോരി മാറ്റിയെടുക്കാം. ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ മസാല റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. മസാല ചെയ്യാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 സവോളയും 1 തക്കാളിയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി ദേ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അടുത്തതായിട്ട് ഞാനിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റ് മസാലയും യൂസ് ചെയ്യാം. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മീനിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറ് റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലൊരല്പം ഉപ്പും ഗ്രാമ്പും ഇട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. വെള്ളം ദേ ഇപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു അരി എടുത്ത് ഇതിലിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. അരി ഒന്ന് വെന്ത് വന്ന ശേഷം നമ്മുടെ ചോറിൻ്റെ പകുതി ഒന്ന് കോരി മാറ്റിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ആ ഒരു ചോറിൻ്റെ പുറത്തിട്ട് ബാക്കി ചോറും കൂടെ മസാലൻ്റെ പുറത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇടുമ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്